ഇന്ന് കർത്താവ് നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ സങ്കീർത്തനങ്ങൾ 9, അതിൻ്റെ ഈരടികൾ നമുക്ക് സുപരിചിതവും പലർക്കും പരിചിതവും ആകുന്നു. സങ്കീർത്തനങ്ങൾ 9 ഗ്രന്ഥകർത്തൃത്വം BC 1000 ജീവിച്ചിരുന്ന ദാവീദിന് ഉള്ളത് എന്ന് അതർക്കിതമായി അതിൻ്റെ തലവാചകത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ സാധിക്കുന്നു. സങ്കീർത്തനങ്ങൾ 9 അകത്തു നിന്ന് എൻ്റെ ദൈവവചന ധ്യാനവേളയിൽ പരിശുദ്ധാത്മാവ് പ്രകാശനം നൽകിയ ദൂതിലേക്ക് പ്രവേശിക്കേണ്ടതിന് ഈ സങ്കീർത്തനങ്ങൾ 9 14 വാക്യം ദൈവമക്കളിൽ ഒരാൾ വായിച്ച് സഹായിച്ചാൽ. പതിനാലാം വേദസൂക്തത്തിൻ്റെ വാക്യത്തിൻ്റെ 2ാമത്തെ ഭാഗത്തിൽ നിന്ന് ധ്യാനത്തിന് ആധാരമായി വിഷയത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് ആ ഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അത് ഇങ്ങനെയാണ്: നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. രക്ഷയിൽ ഉള്ള സന്തോഷം. സ്തോത്രം. ഈ വാക്യം വായിച്ചു നിർത്തിയത് ചില ആഴ്ചകളായി ഇവിടെ തുടർമാനം ധ്യാനിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് കണക്ട് ചെയ്യേണ്ടതിനാണ്. നാം തുടർമാനമായി പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് ഒരു വിഷയം ധ്യാനിച്ചു വരുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അർത്ഥാൽ ക്രൂശിൻ്റെ വചനം. ക്രൂശിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യത എന്ത് എന്നുള്ളതിന് ഉത്തരമായ 3 ഭാഗങ്ങൾക്കകത്തെ 3ാമത്തെ ഭാഗം ക്രിസ്ത്യാനിയുടെ പ്രശംസയാണ്. ക്രൂശിൻ്റെ വചനം അർത്ഥാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പ്രസംഗിക്കാതിരിക്കാൻ, അത് ഘോഷിക്കാതിരിക്കാൻ സാധ്യമല്ല. ക്രിസ്ത്യാനിയുടെ പ്രശംസയായി ക്രൂശിൻ്റെ വചനം മാറുന്നതിനുള്ള 12 വിധ കാര്യങ്ങൾ, അതിനകത്തെ 4 1, 2, 3 ക്രമത്തിൽ ചില ആഴ്ചകളായി, ചില സെഷനുകളായി നാം ധ്യാനിക്കുകയുണ്ടായി. 5ാമത്തെ ആ പോയിന്റിലേക്ക് പ്രവേശിപ്പാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. സ്തോത്രം. 5ാമത്തത് ഇതത്രേ. സ്തോത്രം. ആമേൻ. ഞാൻ പ്രാപിച്ചിരിക്കുന്ന ഇത്ര വലിയ രക്ഷ, സ്തോത്രം, ആ രക്ഷ എന്നിൽക്ക് ലഭിക്കേണ്ടതിനുള്ള രക്ഷണ്യ പ്രവൃത്തി നടന്ന ഇടമാണ് കാൽവറി ക്രൂശ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഒഴികെ, ക്രൂശിൻ്റെ വചനം ഒഴികെ നാം ഒരു രക്ഷ പ്രാപിച്ചിട്ടില്ല. നാം പ്രാപിച്ചിരിക്കുന്ന ആത്മരക്ഷയുടെ അടിസ്ഥാനം ക്രൂശിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഈ BC 1000 എഴുതിയ വാക്യത്തെ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിട്ട്, സ്തോത്രം, പുതിയ നിയമത്തിലെ ഒരു വാക്യത്തിൽ നിന്ന് പുറമറ്റത്തിലേക്ക് കൊണ്ടുവരാൻ കൃപയിൽ ശരണപ്പെടുകയാണ്. അതിന് നമുക്ക് 9ാം സങ്കീർത്തനം 14 മെല്ലെ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരാം. എടുക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 2ാം അധ്യായം 4ാമത്തെ വാക്യം, പരിചിതം സുപരിചിതമായ വാക്യം വായിച്ചാലും. അവിടുന്ന് ഒരു പദകോശം ധ്യാനത്തിന് ആധാരമായി എടുക്കുന്നു. ഇത്ര വലിയ രക്ഷ. തുടർന്നുള്ള സമയം ഈ വിഷയത്തിൻ്റെ കീഴിൽ നിന്ന് ധ്യാനിപ്പാൻ കൃപയിൽ ശരണപ്പെടുകയാണ്. ഇത്ര വലിയ രക്ഷ എബ്രായ വിശ്വാസികൾക്ക് എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ തൂലിക ചലനം നടത്തുമ്പോൾ തൻ്റെ തൂലിക തുമ്പിൽ നിന്ന് ആത്മനിയോഗത്തോടെ തൻ്റെ ഹൃദയ ആശയം ഊർന്ന് ഇറങ്ങി കടലാസിലേക്ക് പതിഞ്ഞു അക്ഷരമായി. ഇക്ഷിതിയിൽ ആ വാചകം ഇങ്ങനെയാണ്. സ്തോത്രം. ഇത്ര വലിയ രക്ഷയെ. അത് സ്തോത്രം പതിങ്ങിയ സ്വരത്തിൽ ശബ്ദം താഴ്ത്തി ഘോഷിക്കേണ്ടുന്ന പ്രയോഗമല്ല.
ബൈബിളിൽ ചില പ്രയോഗങ്ങളുണ്ട്, അത് ഉച്ചസ്വരത്തിൽ ഉള്ള പ്രഖ്യാപനങ്ങളും പ്രയോഗങ്ങളുമാണ്. ഇതുപോലെ രക്ഷ പ്രാപിച്ച നാം ഒരുമിച്ച്, ഒന്നും കൂടെ തെളിച്ചു പറഞ്ഞാൽ, രക്ഷിത ഗണം ചേർന്ന് ഘോഷിക്കേണ്ടുന്ന വാക്കാണ് ഇത്ര വലിയ രക്ഷ. സ്തോത്രം. രക്ഷ വലിയത്, ഇത്ര വലിയത് എന്ന ചോദ്യത്തിന് എത്ര എന്നുള്ളതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വിഷമമാണ്. ഉത്തരം കണ്ടെത്താൻ വേണ്ടി വേദപുസ്തകം പാരായണം നടത്തിയാൽ, അതിൻ്റെ വാരായണത്തിലൂടെ പ്രവേശിച്ച് അന്വേഷണ തൃഷ്ണയോടെ അതിനകത്ത് ചികഞ്ഞു നോക്കിയാൽ, ഈ പുസ്തകത്തിനകത്ത് നാം പരതി നോക്കിയാൽ അന്വേഷിച്ച് ഉത്തരം കൃത്യമായി കണ്ടെത്താൻ പറ്റാതെ വിഷമവൃത്തത്തിലാകും. കാര്യം രക്ഷയുടെ വില അവസാനം നമുക്ക് ഏകദേശം ഒരു ഊഹത്തിൽ പറയാൻ പറ്റുന്നത്, വർണ്ണിപ്പാൻ കഴിയാത്തത് കൊണ്ട് അവർണ്ണനീയം എന്ന് പറഞ്ഞ് കുത്തിടാൻ പറ്റും. സ്തോത്രം. രക്ഷ ഇത്ര വിലയേറിയതാകാനുള്ള 5 കാരണങ്ങളാണ് ഇന്ന് ഞാൻ പ്രിയമുള്ളവരുടെ ശ്രദ്ധയിൽ 1, 2, 3, 4, 5 ക്രമത്തിൽ, സ്തോത്രം, ഹൃദയത്തിനകത്തേക്ക് ആശയം അടുക്കിന് കയറ്റാൻ ഈശന്റെ കൃപയിൽ ആശ്രയിച്ച് തുനിയുന്നത്. സ്തോത്രം. വാക്യം, കുറിവാക്യം പ്രിയമുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. എവിടുന്നും വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. ഓർക്കണം, 9-ാം സങ്കീർത്തനം 14-ാം വാക്യം, രക്ഷയിലുള്ള സന്തോഷം. പുതിയ നിയമ വിശ്വാസിക്ക് സന്തോഷിക്കാനുള്ള ഒരു പ്രധാന ഘടകം രക്ഷയിലാണ്. ഇച്ഛതിയിൽ സന്തോഷിക്കാൻ പലതും സാഹചര്യം ഒരുക്കുന്നില്ലെങ്കിലും, എല്ലാം പ്രതികൂലമാണെങ്കിലും, രക്ഷിക്കപ്പെട്ടവൻ്റെ മുഖത്ത് സന്തോഷം. ഇന്നലെ അഭിഷക്തന്മാരിലൂടെ കേട്ടതുപോലെ, രക്ഷിക്കപ്പെട്ടവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഏത് ജനാവലിക്ക് നടുവിലും അവരുടെ മുഖത്തൊരു പ്രത്യേകതയുണ്ട്. ആ സന്തോഷം മുഖത്ത് തിങ്ങി വിങ്ങി വിളങ്ങി നിൽക്കും. ഇങ്ങനെ വിളങ്ങി നിൽക്കുന്ന സന്തോഷം തിളങ്ങി തുടങ്ങിയത് എവിടെ നിന്ന് ചോദിച്ചാൽ ഉത്തരം ഹൃത്തടത്തിന് ഉൾത്തടത്തിൽ നിറഞ്ഞ സന്തോഷം അത് മുഖത്തൂടെ തൂകുന്നതാണ്. തിരിച്ചറിയുന്നുണ്ടോ പ്രിയരെ? ഹൃദയം നിറഞ്ഞാൽ വായ് പ്രസ്താവിക്കുമെന്ന് വചനത്തിലില്ലേ? ഹൃദയത്തിന്റെ ഭാവം മുഖത്ത് വരും. വിഷമതയോടെ ഇന്ന് ഈ ആരാധനയിൽ ആരെങ്കിലും സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ ആ വിഷമം അതൊരു വിഷം പോലെ അകത്ത് കയറി ആ വിഷമം മുഖത്ത് വ്യാപിച്ച് ആപാത ചൂടം ആ വിഷമവൃത്തത്തിൻ്റെ ഉള്ളിലായി വിഷമിച്ച് ഇരിക്കുന്നത് ഒറ്റ നോട്ടത്തിന് തിരിച്ചറിയാൻ പറ്റും. ഏതെല്ലാം വിഷമിപ്പിക്കുന്ന വിഷയങ്ങൾ ചുറ്റുപാടുണ്ടെങ്കിലും വിഷയമില്ല, അതൊന്നും ഒരു വിഷയമല്ല എന്ന ചിന്തയോടുകൂടെ സ്തോത്രം സന്തോഷിക്കാൻ രക്ഷിതഗണത്തിന് പറ്റുന്നതിൻ്റെ കാരണം സ്തോത്രം അകത്ത് കിട്ടിയ രക്ഷയുടെ ശ്രേഷ്ഠതയാണ്. അകതളത്തിൽ കിട്ടിയ രക്ഷയിൽ സന്തോഷിക്കാൻ പറ്റുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് സഭായോഗത്തിലും ആത്മീയ കൂട്ടായ്മകളിലും സന്തോഷത്തോടെ സാക്ഷ്യം പറയണം, സന്തോഷത്തോടെ ആരാധിക്കണം, സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കണം. കാര്യം കർത്താവ് നമുക്ക് ഇത്ര വലിയ രക്ഷ നൽകിയല്ലോ. രക്ഷയുടെ സന്തോഷഘോഷം ഇന്ന് ഇവിടെ ഉയരട്ടെ, ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ, ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സന്തോഷം വായിലൂടെ വെളിയിൽ വരട്ടെ. അറിയാതെ തന്നെ കരമുയർത്തി സ്തുതിക്കത്തക്ക രീതിയിൽ ഹൃദയത്തിനകത്ത സന്തോഷം തിളച്ച് പൊങ്ങട്ടെ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. രക്ഷയുടെ സന്തോഷം 1, 2, 3, 4, 5 ക്രമത്തിൽ അത് നമുക്ക് ധ്യാനിക്കാം. സ്തോത്രം. 1 സ്തോത്രം ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം, അതിൻ്റെ 20-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. 1-ാമത്തെ പോയിന്റ്, ശിക്ഷയുടെ ആമേൻ വലിപ്പത്തിന് അനുസരിച്ചാണ്
രക്ഷയുടെ വലിപ്പം. ശിക്ഷയുടെ വലിപ്പം എന്ത്? 15-ാം വാക്യം വായിച്ചാട്ടെ. മതി. ശിക്ഷയിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നുമുള്ള വിടുതലാണ് രക്ഷ. ആ ശിക്ഷാവിധി ഏതാണ്? വെളിപ്പാട് പുസ്തകം 20:15 ഗന്ധകം കത്തുന്ന തീ പൊയ്ക. പൊയ്ക എന്ന പ്രയോഗം തടാകം. തീ തടാകത്തിൽ പോകേണ്ടുന്ന നാം, പാതാളത്തിന്റെ ആടായ നാം, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നാം, അവിടേക്ക് പോകേണ്ടിരുന്ന നമ്മെ കർത്താവ് പ്രസാദം തോന്നി, കരുണ തോന്നി, കൃപ തോന്നി രക്ഷിച്ചു. അതുകൊണ്ട് വിടുവിക്കപ്പെട്ട വിടുതൽ, അനുഭവിക്കുന്ന വിടുതൽ, ശിക്ഷയുടെ വലിപ്പം, കാഠിന്യം എത്ര വലുതാണ് അത് വർണ്ണിക്കാൻ തന്നെ എനിക്ക് വിസ്തരിച്ച് പ്രസംഗിക്കാൻ മുൻപിലുള്ള ഘടികാരത്തിന്റെ തകൃതിയിലുള്ള ഓട്ടം അനുവദിക്കുന്നില്ല. നരകത്തിന്റെ തന്നെ 90 വിധ സെല്ലുകൾ, നരകത്തിന്റെ കഠോരമായ അവസ്ഥ, നരകത്തിന്റെ തീവ്രമായ ഉള്ളറയുടെ നിലവിളി, ഘോഷം, ആദിയായിരിക്കുന്ന അടുക്കിന് വാക്യസഹിതം നിരത്തത്തക്ക രീതിയിൽ തിരുവെഴുത്തിനകത്ത് തെളിവുകൾ നിരന്നു നിൽക്കുന്നു. അടുക്കിന് കയറ്റിയിരിക്കുന്ന തെളിവുകൾ എൻ്റെ ഹൃത്തടമെന്ന കീശയ്ക്കകത്ത് വിങ്ങി നിൽക്കുന്നു. സ്വോത്രം. മറ്റെപ്പോഴെങ്കിലും അടുക്കിന് അവ ഘോഷിക്കാം. ശ്രദ്ധിപ്പിൻ, അവൻ നരകം എന്താണെന്നും നരകത്തിന്റെ കാഠിന്യം എന്താണെന്നും അവിടെ നിത്യവും കിടക്കേണ്ടതിന് പൊക്കൊണ്ടിരുന്ന എന്നെ, അങ്ങോട്ട് പൊക്കൊണ്ടിരുന്ന എന്നെ അവിടെ നിന്ന് രക്ഷിച്ചു. അതുകൊണ്ട് രക്ഷ എന്നുള്ളത് ശിക്ഷാവിധിയിൽ നിന്നുള്ള അവൻ വിമോചനമാണ്. ആ നരകത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞവരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാരാധിപ്പീൻ. ആ പാതാളത്തിന്റെ ആടായി പോയിക്കൊണ്ടിരുന്നവരെ അവിടുന്ന് വിമോചനം, വിപ്ലവകരമായ വിമോചനം പ്രാപിച്ച സംഘമേ അവൻ സ്തുതിച്ചാരാധിപ്പീൻ. ഈ ചിത്രമൊന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, തന്നെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കും. നമ്മൾ നടുക്കത്തോടെ പല സാക്ഷ്യവും പറയും. ആ വണ്ടി എന്നെ വന്ന് ഇടിക്കേണ്ടതായിരുന്നു, ആ വണ്ടിയുടെ മുൻചക്രത്തിൻ്റെയും പുറംചക്രത്തിൻ്റെയും ഇടയിലേക്ക് ഞാൻ അടിയിലേക്ക് തെറിച്ചു വീണു. എന്നാൽ അതിൻ്റെ എൻ്റെ എന്നെ നടുവിലാക്കിക്കൊണ്ട് ഇരുവശങ്ങളിലൂടെ വണ്ടിയുടെ 6 ചക്രങ്ങളും ഉരുണ്ട് നീങ്ങി. എന്നിട്ടും എനിക്കൊരു ദോഷവും വന്നില്ല. അങ്ങനൊരു സംഭവം നടന്നാൽ നടുക്കത്തോടുകൂടെ, ആ വീണതിൻ്റെ ചെറിയ ഒരവോടെയും ഹൃദയഭീതിയോടും കൂടെ ഒക്കെ നമ്മൾ സാക്ഷ്യം പറയുമില്ലേ പ്രിയരെ? എന്നാൽ നാം രക്ഷപ്പെട്ടത് അതിനേക്കാൾ എത്രയോ കട്ടിയുള്ള അവൻ ഒരു അനുഭവത്തിൽ നിന്നാണ്. നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമുക്ക് അവിടുന്ന് വിമോചനം, അവിടുത്തെ ഓമന കുമാരനിലൂടെ സൗജന്യമായി, അരമയിൽ നടക്കാതെ, ഒരു വെടിയും പൊട്ടിക്കാതെ, ഒരു നേർച്ച കാഴ്ചകൾ നടത്താതെ, ഒരു അർപ്പണ ദർപ്പണങ്ങൾ നടത്താതെ അവൻ കൃപയാൽ നമുക്ക് കിട്ടിയതിൽ സന്തോഷിക്കേണ്ട സമയമാണ്. വിശുദ്ധ സഭായോഗം എന്ന് രക്ഷിതഗണം കുറിക്കൊള്ളാതിരിക്കരുത്. കർത്തനെ സ്തുതിച്ചാരാധിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനിയുണ്ട്. 1-ാമത്തെ കുറിപ്പിൽ നിന്ന് വിട പ്രാപിക്കുന്നു. 2 സ്തോത്രം. ആമേൻ. പത്രോസിന്റെ 1-ാം ലേഖനം, അതിന്റെ 1-ാം അധ്യായം 19-ാമത്തെ വാക്യം ദൈവമക്കളിൽ ഒരാൾ വായിച്ചാട്ടെ. ക്രൂശിൽ ക്രിസ്ത്യാനി പ്രശംസിക്കാനുള്ള കാരണം അവന്റെ രക്ഷയ്ക്കായുള്ള രക്ഷണ്യ പ്രവൃത്തി നടന്ന ഇടമാണ് കാൽവറി ക്രൂശ്. അവിടെ എന്തു സംഭവിച്ചു? കുഞ്ഞാടിന്റെ സ്തോത്രം, നിർദോഷമായ, നിഷ്കളങ്കമായ,
വിലയേറിയ രക്തം. സ്തോത്രം. എബ്രായ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയേറിയതാകാൻ കാര്യം ഇതിനകത്ത് വിലയേറിയത് മുടക്കിയിട്ടുണ്ട്. വിലയേറിയത് ഏതെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഓമനകുമാരന്റെ പരിശുദ്ധ നിണമാണ്. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ രക്തവുമായി അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കയറി ചെല്ലുന്നത് പോലെ അവിടുത്തെ ഓമനകുമാരൻ സ്വന്തം രക്തവുമായി പിതാവിന്റെ സന്നദ്ധിയിലേക്ക് ആമേൻ സ്തോത്രം വീണ്ടെടുപ്പിന്റെ വില കെട്ടിവെക്കേണ്ടതിന് കയറി വന്നപ്പോൾ ആ സ്വർഗ സദസ്സിൽ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല, ബൈബിളിൽ വ്യക്തമല്ല. എന്നാൽ എൻ്റെ ഒരു ചിന്ത സ്വർഗം നടുങ്ങിപ്പോയി കാണും. ഒരു ചോദ്യം അവിടെ നിൽക്കാൻ നമുക്കൊന്നും അവസരം കിട്ടിയില്ലല്ലോ. ഒരവസരമുണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെങ്കിലും ഒന്ന് ചോദിക്കാൻ നോക്കിയേനെ. യോഹന്നാനൊക്കെ ചോദിച്ചില്ലേ? അറിയാത്ത കാര്യം, നമ്മൾ അറിവില്ലാത്തവരല്ലേ, ഒന്ന് ചോദിച്ചേനെ. ഈ കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ഓമനകുമാരന്റെ പരിശുദ്ധമായ പുണ്യാഹമായ ഈ രക്തത്തിന് എത്ര വിലയാണ്. സ്വർഗവാസികളായി ഉറിയേൽ, അബിയേൽ, സറാഫികൾ തുടങ്ങിയിരിക്കുന്ന ദൂതവ്യൂഹങ്ങളുടെ സഞ്ചയം മുഴുവനും, സംഘം മുഴുവനും അണിനിന്നിട്ട് പറയും, വർണ്ണിപ്പാൻ ഞങ്ങളുടെ നാവുകൾ പോരാ, വർണ്ണിപ്പാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. സ്വർഗത്തിലെ 4 മുഖ ജീവികൾക്കും സ്വർഗ സദസ്സിനും 24 മൂപ്പന്മാർക്കും ഒരു കാലത്തും വർണ്ണിപ്പാൻ സാധ്യമല്ല അവിടുത്തെ ഓമനകുമാരന്റെ രക്തത്തിന്റെ വിലക്ക്. ഹല്ലേലൂയ. രക്തത്തിലല്ലോ ജീവനുള്ളത്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഓമനകുമാരന്റെ ജീവൻ മുടക്കിയാണ്, ജീവൻ തന്നാണ് ഈ രക്ഷ എനിക്ക് നൽകിയത്. ഹല്ലേലൂയ. ഈ രക്ഷ ഞാൻ അതിൻ്റെ സന്തോഷം അനുഭവിക്കുമ്പോൾ എന്നിൽ നിന്ന് ശിക്ഷ ഒഴിയേണ്ടതിന്, അവിടുന്ന് എനിക്ക് രക്ഷ നൽകേണ്ടതിന്, എൻ്റെ മേലുള്ള ശിക്ഷ ഏറ്റെടുത്ത് ആമേൻ കാൽവറി മലമുകളിൽ കുരിശുമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ തറയ്ക്കപ്പെട്ട കർമ്മദണ്ഡിതനായി എനിക്ക് വേണ്ടി പിടഞ്ഞ് മരിക്കുന്ന യേശുവിനെ ആമേൻ കാണുന്ന ദൈവമക്കളെ ഓർത്ത് ആ ദൈവത്തിന് ഞാൻ മഹത്വം കരയറ്റുകയാണ്. സ്തോത്രം. യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവിടുത്തെ കൈകാലുകളിൽ നിന്ന് ധാരധാരിയായി ഒടുങ്ങിയ പരിശുദ്ധ നിണം വചനം പറയുന്നു വിലയേറിയ രക്തമാണ്. യേശുവിൻ്റെ രക്തത്തിന് വിലമതിക്കാൻ പറ്റാത്തത് കൊണ്ട് രക്ഷയ്ക്ക് വിലയിടാൻ കഴിയത്തില്ല. അത്ര വിലപ്പെട്ടതാണ് സാധുക്കളായ നമുക്ക് വലിയവനായ ദൈവം കൃപയാൽ നൽകിയത്. സന്തോഷത്തോടെ ദൈവത്തിനൊന്ന് മഹത്വം കരയറ്റാം. അങ്ങനെ ഞാൻ 2ാമത്തെ കാരണ പ്രസ്താവനയിൽ നിന്നും വാക്യസഹിതം അതൊന്ന് സ്ഥാപിച്ച് ഉറപ്പിച്ചുകൊണ്ട് 3ാമത്തതിലേക്ക് പ്രവേശിക്കുകയാണ്. 3ാമത്തെ തെളിവ് എടുക്കാം. സ്തോത്രം. 3 വാക്യങ്ങളാണ്, ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. പത്രോസിൻ്റെ 1 അല്ലെങ്കിൽ 2 9 മുതലുള്ള വാക്യങ്ങൾ. അവിടെ രാജകീയ പുരോഹിത വംശം എന്നൊരു പ്രയോഗമുണ്ട്. രാജകീയ പുരോഹിത വംശമാക്കി തീർത്തു. വെളിപ്പാട് പുസ്തകം 1 വാക്യം, സ്നേഹിച്ചവന്റെ തിരുരക്തത്താൽ വീണ്ടെടുത്ത് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു. ബുക്ക് ഓഫ് റിവലേഷൻ ചാപ്റ്റർ 5 ആമേൻ സ്തോത്രം അതിൻ്റെ 9-10 വാക്യങ്ങൾക്ക് അകത്ത് പരാമർശിച്ചിരിക്കുന്നു. ആമേൻ. സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ തൻ്റെ രക്തത്തിനായി വിലയ്ക്ക് വാങ്ങി നമ്മുടെ പിതാവാകുന്ന ദൈവത്തിന് അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തിരിക്കുന്നു. സ്തോത്രം. 3ാമത്തെ പോയിന്റ്, സ്തോത്രം, രക്ഷിതഗണമായ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവിയുടെ ശ്രേഷ്ഠതയാണ് ഇത്ര വലിയ രക്ഷയുടെ ഈ രക്ഷ വിലയേറിയതാകാൻ കാര്യം. നമ്മുടെ അഡ്രസ് എന്തായിരുന്നു? ലേഖകൻ പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്. സ്തോത്രം. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, അറിയാവുന്നവരെന്ന് പറഞ്ഞ്, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യർ, ആമൻ, ലോകത്തിൽ ദൈവമില്ലാത്തവർ, പ്രത്യാശയില്ലാത്തവർ. ഇനി കുറച്ച് വാക്യങ്ങളും കൂടെ ചേർത്തി പഠിച്ചാൽ ആമൻ കനാന്യ സ്ത്രീയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആമൻ നായ്ക്കുട്ടിയുടെ സ്ഥാനത്ത് കിടന്ന അതിൻ്റെ കുട്ടിയുടെ കുട്ടിയായി കിടന്ന നമ്മൾ. പിന്നെ നമ്മുടെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവറാച്ചൻ്റെ കുട്ടിയാന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതവറ? വേദപുസ്തകത്തിലെ അബ്രഹാമിൻ്റെ
നമ്മൾ ജാതികളായിരുന്നു. ഒരഡ്രസ്സും നമുക്കില്ല. ഈ വലിയ കുടുംബപ്പേരും വീട്ടുപേരൊക്കെ പറയുന്നവർക്ക് ഒരു 10 തലമുറ അല്ലെങ്കിൽ 8 എണ്ണത്തിൻ്റെ അപ്പുറത്തോട്ട് അവർ പറയും. അവർ ചെല്ലുമ്പോൾ പമ്മും. പിന്നെ അഡ്രസ്സ് ഏതെങ്കിലും കാട്ടിലായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടേ ഒരു യോഗ്യതയും നമുക്കില്ലായിരുന്നു. ഒറ്റ യോഗ്യതയില്ലായിരുന്നു. നാം കാബൂൾ പ്രദേശങ്ങളിൽ പാർക്കപ്പെട്ടവരായിരുന്നു. നാം ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരായിരുന്നു. നാം പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിരുന്നു. നാം അകറ്റപ്പെട്ടവരായിരുന്നു. ഇങ്ങനെ ഇരുന്ന നമുക്ക് അവിടുത്തെ ഓമനകുമാരൻ നമ്മോട് കരുണ തോന്നി. എന്നിട്ട് നമുക്ക് നൽകിയ പദവി എന്താണെന്നറിയാമോ? ചേർന്ന് പറഞ്ഞാട്ടെ, രാജകീയ പുരോഹിത. പുറമറ്റം സഭ ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, രാജകീയ പുരോഹിത വംശം. യേശുവിന്റെ രക്തം വന്ന് നമ്മെ ടച്ച് ചെയ്തപ്പോൾ, നമ്മെ വന്ന് തൊട്ടപ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ സ്ഥിതി മാറി, നമ്മുടെ ലെവൽ മാറി, നമ്മുടെ അഡ്രസ് മാറി, നമ്മുടെ നമ്മുടെ നിലവാരം മാറി. ഹല്ലേലൂയ. എന്നെ ആപാദ ചൂടം സമൂലമായി വിപ്ലവകരമായ മാറ്റം എന്നിൽ കൊണ്ടുവന്നതാണ് യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം എന്നെ അടിമുടി ആപാദ ചൂടം എന്നെ മാറ്റിയെടുത്തു. സന്തോഷമുണ്ടോ പ്രിയരെ? ഇത് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, പാട്ട് പാടുമ്പോൾ ആരടുത്ത് നിൽക്കുന്നു വിഷയമല്ല, തുള്ളിച്ചാടി ആരാധിക്കാൻ തോന്നും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളൊക്കെ കർത്തൃദാസന്മാർ പലയിടത്തും ചെല്ലുമ്പോൾ പാസ്റ്ററെ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുമ്പോൾ, ഒരു കസേര ഇട്ട് തരുമ്പോൾ, ഇരിക്കാൻ പറയുമ്പോൾ, കയറാൻ പറയുന്നത് എല്ലാം ഈ അഡ്രസ്സ് കിട്ടിയ കൊണ്ടാണ്. ഈ പരുവത്തിന് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് തന്നെ ഈ അഡ്രസ്സ്. യേശു ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമുക്ക് കിട്ടിയിരിക്കുന്ന പദവി ശ്രേഷ്ഠമായ പദവിയാണ്. പലരും സഭായോഗത്തിന് വരുന്നു, ബൈബിളും കൊണ്ട് വരുന്നു, ഏതെങ്കിലും സഭയോട് ചേർന്ന് നിൽക്കുന്നു, സ്തോത്രഗീതം പാടുന്നു, ഇങ്ങനെ പോകുന്നു. എന്നാൽ സത്യത്തിൽ നമുക്ക് കിട്ടിയ പദവി എന്താണെന്ന് നമ്മൾ അറിയാൻ പോകുന്നത് സ്വർഗത്തിൽ പോകുമ്പോഴാണ്. വെളിപ്പാട് പുസ്തകം 4 അടിസ്ഥാനത്തിൽ സിംഹാസനസ്ഥൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ. ചക്രത്തിന്മേൽ ചക്രമുള്ള സിംഹാസനം എന്ന് യെഹെസ്കേൽ പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ ആ സിംഹാസനത്തിന്റെ ചുറ്റിലും 24 മൂപ്പന്മാരിൽ 12 നമ്മളാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ അവിടെ ഇല്ല, എത്തിയിട്ടില്ല. കർത്താവ് വന്ന ശേഷമേ 24 എന്നുള്ള സംഖ്യ അടിസ്ഥാനത്തിൽ അവിടെ പ്രത്യക്ഷമാകുകയുള്ളൂ. കർത്താവിൻ്റെ വരവിന് ശേഷം സഭയുടെ ഉൽപ്രാവനാനന്തരമേ അത് സംഭവിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് ദൂതസഞ്ചയത്തിൻ്റെയോ സറാഫുകളുടെയോ ഒക്കെ ഒരു വൃത്തം അവിടെ കാണും. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ, നമ്മളെക്കാൾ സീനിയോറിറ്റി ഉള്ളവരവിടെ ആര്, ദൂതന്മാരൊക്കെ. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ അവരുടെ വൃത്തം ഒന്ന് മാറി നിൽക്കും. അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നമുക്ക് സീറ്റ് തരും. ഇനി ഇത്രയും കാലം പറന്ന് നിന്ന് ആരാധിച്ചിട്ടും പാദം മൂടി ആരാധിച്ചിട്ടും, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, സറാബുകൾക്ക് ഒരു കൊരണ്ടി പോലും കിട്ടിയിട്ടില്ല സ്വർഗത്തിൽ. നമ്മൾ അങ്ങോട്ട്, കൊരണ്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, പിള്ളേർക്ക് മനസ്സിലായിട്ടില്ല. അമ്മമാർ അടുക്കളയിൽ ഇങ്ങനെ കുത്തിയിരുന്ന് അരിയൊക്കെ ചെയ്യുന്ന ചെറിയ പലകയുടെ 2 കാലുള്ള മുകളിലൊരു പലക അടിച്ച സാധനത്തിൻ്റെ പേരാണ് കൊരണ്ടി. എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് സ്തോത്രം അത് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ കൊരണ്ടിയിൽ പോലും അല്ല, നാൽക്കാലി പോലും
നാൽക്കാലി എന്ന് പറഞ്ഞാൽ ആട്ടുകല്ലിലൊക്കെ പണ്ട് അരയ്ക്കാനൊക്കെ 4 കാലുള്ള ഒരു സ്റ്റൂളും അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു സാധനമാണ്. അപ്പം നാൽക്കാലി. ഇതോ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ നമ്മളങ്ങോട്ട് കയറി ചെന്ന ഉടനെ നമുക്ക് സിംഹാസനം. പിന്നെ ദൂതന്മാർക്ക് അസൂയയില്ലാത്തത് കൊണ്ട് സ്തോത്രം, സ്തോത്രം. നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇന്നലെ ഇങ്ങോട്ട് കയറി വന്ന ഉടനെ അവന് സിംഹാസനം. നോക്കണേ, നമ്മളാ ഇരിക്കുന്ന ഇരിപ്പൊക്കെ ഒന്ന് കണ്ടേ. സ്തോത്രം, സ്തോത്രം. രക്ഷിക്കപ്പെട്ട് ഏകനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആമൻ വീട്ടു സാധനവും നിന്റെ ആമൻ തുണിയും അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ചിലപ്പോൾ ചിലരെയൊക്കെ എടുത്ത് വെളിയിലേക്ക് എറിഞ്ഞിട്ടുണ്ട്, ഇറക്കി വിട്ടിട്ടുണ്ട്. സ്തോത്രം. തിണ്ണെ പോലും ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല, ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. ഇവിടെ ഏത് കസേര കിട്ടിയില്ലെങ്കിലും സ്തോത്രം, 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 സ്വർഗത്തിൽ ചെന്ന് അവനോട് കൂടെ നമ്മെ ഇരുത്തുന്ന സുദിനം അത് ഓർക്കുമ്പോഴാണ് നാം പ്രാപിച്ചിരിക്കുന്ന രക്ഷയുടെ ശ്രേഷ്ഠത. നാലാമത്തെ കുറിപ്പിലേക്ക് പ്രവേശിക്കുന്നു. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സിംഹാസനസ്ഥനായ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ദാനമാണ് രക്ഷ. അപ്പൊ 4-ാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: രക്ഷ നൽകിയ രക്ഷ ദാനമല്ലേ? ദാനം നൽകുന്ന ആളുടെ പേരെന്താ? ദൈവം. ദാനം നൽകുന്നയാളെ അതിന്റെ ക്രിയാനാമം എന്താ? ഒന്ന് പറയാവോ? ദാതാവ്. എന്താണ്? ദാതാവ്. സ്തോത്രം. ദാനം നൽകുന്ന ദാതാവിന്റെ വലിപ്പം. രക്ഷ വലുതാകാൻ കാര്യം ഇതാര് തന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി. സ്തോത്രം. അമേരിക്കയുടെ പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ നമുക്ക് ആദരസൂചകമായിട്ട് ഒരു ഫലകമോ എന്തെങ്കിലും കയ്യിൽ തന്നാൽ അതിന് ചിലപ്പോൾ അത് കടയിൽ പോയാൽ നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ആരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അങ്ങനെയെങ്കിൽ രക്ഷ എൻ്റെ വല്യപ്പൻ്റെ കൈ കൊടുത്തു, പാസ്റ്ററുടെ കൈ കൊടുത്തു, പാസ്റ്റർ എല്ലാവർക്കും എന്ത് ചെയ്തു? സപ്ലൈ ചെയ്തു? അല്ല. സ്തോത്രം. എൻ്റെ വല്യപ്പച്ചൻ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് രക്ഷ ഇത്തിരി ഹോൾസെയിലായിട്ട് അപ്പച്ചൻ ഇങ്ങ് എടുത്തു. അപ്പച്ചൻ എടുത്തിട്ട് കൊച്ചുമക്കളുള്ള കരുതി വെച്ചു. അതുകൊണ്ട് തലമുറയായി ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഈ വക വലഞ്ഞ ഉപദേശം സ്തോത്രം വചനമറിയുന്നവർ ഉൾക്കൊള്ളൂല. ഇത് തലമുറയായി കിട്ടിയതല്ല, നേരിട്ട് സ്തോത്രം. എൻ്റെ അപ്പൻ പാസ്റ്റർ ആയതുകൊണ്ടോ എൻ്റെ അപ്പൻ പ്രവാചകനായതുകൊണ്ടോ ഞാൻ ഇന്ന് പെന്തക്കോസ്ത് യോഗത്തിൽ സംബന്ധിക്കുകയല്ല. രക്ഷ എനിക്ക് നേരിട്ട് കർത്താവ് നൽകി. അങ്ങനെ എനിക്ക് നേരിട്ട് കിട്ടി എന്ന ഒരു സുദിനം, ഒരു സന്ദർഭം പറയാൻ പറ്റുന്ന എത്ര പേര് നമ്മുടെ പെന്തക്കോസ്ത് ഗോളത്തിൽ ഇന്ന് ഇവിടെ ഉണ്ട്? കൈപൊക്കണ്ട. സ്തോത്രം. രക്ഷ നൽകിയ ആളുടെ വലിപ്പം. ആരാ ഈ ആള്?
സനാതനനായ, സർവജ്ഞനായ, സർവവ്യാപിയായ, സകലത്തിനും കാരണഭൂതനായ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ, താൻ മാത്രം അമർത്യതയുള്ളവനായ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തെക്കുറിച്ച് അങ്ങനെ അടുക്കിന് പറയാൻ ഇഷ്ടം പോലെ വാക്യങ്ങൾ നിൽക്കുക. അത്ര വലിയ, സകലത്തെയും പടച്ച വലിയവനായ ദൈവം തൻ്റെ തൃക്കരത്തിൽ നിന്ന് ഒരു യോഗ്യതയുമില്ലാത്ത നമുക്ക് നമ്മോടങ്ങ് കരുണ തോന്നി, നമ്മുടെ അയോഗ്യതകളെല്ലാം അങ്ങ് കണക്കിട്ട് കൃപയാൽ മുൻ നിയമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ലോകസ്ഥാപനത്തിന് മുന്നമേയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിത് നൽകി. അതുകൊണ്ടാണ് ഈ രക്ഷ വലുതായത്. അഞ്ചാമത്തതും കൂടെ പറഞ്ഞ് നിർത്തുക. എടുക്കാം. യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യം. യൂദ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. പൊതുവിലുള്ള രക്ഷ. ആ വാക്കിന് ഇങ്ങനെയാണ് നാം ഗ്രഹിക്കേണ്ടത്. പൊതുവിലുള്ളത്, ഒരാളുടെ മാത്രമല്ല, പൊതുവിലുള്ളത് എന്ന് വെച്ചാൽ സാർവത്രിക രക്ഷ. രക്ഷ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ളവർക്കോ, ഒരു ഭൂഖണ്ഡത്തിലുള്ളവർക്കോ, ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ടവർക്കോ അല്ല. രക്ഷ സാർവത്രികമാണ്. പണ്ഡിത, പാമര, കുചേല, കുബേര, കുലീന, വിദ്യാ സമ്പന്ന, നിരക്ഷര, കുക്ഷി ഭേദമന്യേ അക്ഷയനായ ദൈവം ഇക്ഷിതിയിൽ നൽകിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷ. രക്ഷ, ഹല്ലേലൂയ. രക്ഷ സാർവത്രികമാണ്. നിറം നോക്കിയോ, കുലം നോക്കിയോ, സാമ്പത്തിക ശേഷി നോക്കിയോ, ബാങ്ക് ബാലൻസ് നോക്കിയോ, കൊട്ടാരത്തിൽ പാർക്കുന്നവനെ നോക്കിയോ, ഭിക്ഷുവെന്ന് നോക്കിയോ അല്ല രക്ഷ നൽകിയത്. അത് സാർവത്രികമാണ്. ഹല്ലേലൂയ. രക്ഷ സാർവത്രികമാകയാൽ ഈ രക്ഷ വലുതാണ്. ഇനി നമ്മുടെ കുറിവാക്യം വായിച്ച് നിർത്താൻ പോകുകയാണ്. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ നാം തെറ്റിയൊഴിയും? ഇത്ര വലിയ രക്ഷയെ ആര് ഗണ്യമാക്കണം? എഴുത്തുകാരൻ പറഞ്ഞു നിങ്ങൾ ഗണ്യമാക്കണമെന്നല്ല. ഇന്ന് പ്രസംഗിക്കുന്ന ഞാൻ, നിങ്ങൾ ഇവിടെയുള്ള സഭാജനം ഗണ്യമാക്കണമെന്നല്ല, നാം ഗണ്യമാക്കണമെന്ന്. ആമൻ. എല്ലാവരെയും ഉൾപ്പെടുത്തി പറയാം, നാം ഗണ്യമാക്കണമെന്ന്. എപ്പോൾ ഗണ്യമാക്കണം? വല്ലപ്പോഴും അല്ല, എപ്പോഴും ഗണ്യമാക്കണം. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഗണ്യമാക്കണം, ഗണ്യമാക്കണം. എപ്പോഴും അത് മുമ്പിൽ നിൽക്കണം, എണ്ണപ്പെട്ടതായിരിക്കണം, മൈൻഡ് ചെയ്യേണ്ടതായിരിക്കണം, എപ്പോഴെങ്കിലും ഓർക്കേണ്ടതല്ല. രക്ഷ എന്ന പ്രമേയം നമ്മുടെ ജീവിതത്തിൽ നമ്പർ 1 ഹൃദയത്തിന്റെ മേൽത്തട്ടിൽ നിൽക്കണം. സന്തോഷത്തോടെ അല്പനേരം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ പറ്റുന്നവരെല്ലാവരും ചേർന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അല്പനേര കരങ്ങളെ അടിച്ച് ആത്മനിയോഗത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പരിശുദ്ധാത്മ നിയോഗമുള്ളവരെല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. ജീവൻ നൽകി രക്ഷിച്ചതോർത്ത്, ക്രൂശിൽ നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചതോർത്ത്, അവിടുന്ന് നമുക്ക് ജീവൻ നൽകിയതോർത്ത്, അവിടുന്ന് നമ്മുടെ കുറ്റപത്രത്തെ മാറ്റിയതോർത്ത്, അവിടുന്ന് നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതിയതോർത്ത്, നരകത്തിൽ നിന്ന് നമ്മെ, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മെ രക്ഷിച്ചതോർത്ത്, വലിയ ദൈവം നമ്മെ നേരിട്ട് നമുക്കിത് നൽകിയതോർത്ത്, ആകയാൽ രക്ഷ. ഇത്ര വലിയ രക്ഷ എബ്രായ വിശ്വാസികളെ, കാലം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാരാകാൻ പ്രായമായവരെ, എബ്രായ വിശ്വാസികളെ, പലതും കണ്ടും കേട്ടും മന്ദത വന്നവരെ, കുഴഞ്ഞ കൈകളുള്ളവരെ, നടന്ന് നടന്ന് മുടന്തിയ കാലുകളുള്ളവരായി മാറിയവരെ, കേക്ക്, എഴുതിയ എടുത്ത വായിക്ക, നോക്ക്. ഇത്ര വലിയ രക്ഷയെ പലതും കേട്ടും കണ്ടും മടുത്തു അല്ലേ? ക്രൈസ്തവ കൈരളിയിലെ പല വാർത്തകൾ കേട്ടും കണ്ടും ഒക്കെ ഒരു മടുപ്പുണ്ടായിട്ടുണ്ട്. സഹോദരൻ, നീ അത് മൈൻഡ് ചെയ്യണ്ട. നിന്റെ രക്ഷ വ്യക്തിപരമാണ്.
ദൈവം നിനക്ക് നേരിട്ടാണ് രക്ഷ നൽകിയത്. അതോർത്ത് നിന്റെ ആരാധന കുറയ്ക്കണ്ട. അത് കണ്ട് നിന്റെ കയ്യടി കുറയ്ക്കണ്ട. അത് കണ്ട് നീ ശുശ്രൂഷയിൽ നിന്ന് പിൻവലിയണ്ട. അത് കണ്ട് നീ പുറകോട്ട് കാല് വെക്കണ്ട. ദൈവം നിനക്ക് നല്ലവനായിരുന്നില്ലേ? ദൈവം നിന്നോടുള്ള ബന്ധത്തിൽ വിശ്വസ്തനായിരുന്നില്ലേ? ദൈവം നിന്നോടുള്ള ബന്ധത്തിൽ എത്ര നല്ലവനായിരുന്നു. അതുകൊണ്ട് ദൈവവും ഞാനും തമ്മിലുള്ള കടപ്പാടിന്റെ ബന്ധത്തിന്റെ ആ സീമാതുന്യ പാരുണ്യത്തിൽ ഞാൻ ദൈവത്തെ ആരാധിക്കും, സേവിക്കും. ആ കാലുകൾ ഞാൻ പിൻചെല്ലും. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ.